ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓണം. നമ്മൾ ഓർണമെന്റ് ഇതിന്റെ ഭംഗിയൊക്കെ കാണിച്ചു കൊടുക്കാം. എനിക്ക് കഴിക്കാൻ കോൺഫ്ലേക്സ്, കോഫി. ഇനിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ആ പ്രകൃതി ഭംഗി കാണാൻ പോകുന്നത്. രാവിലെ തന്നെ ഇവിടെ എല്ലാവരും ഹാജരാണ്. ഹാപ്പി ഓണം ഗൈസ്. ദിവ്യ ഇപ്പൊ കിടക്കപ്പായെന്ന് എണീറ്റിട്ടുള്ളൂ. അതെ, ഞാൻ ബ്യൂട്ടിഫുൾ അല്ല. ദിവ്യ ഇങ്ങനെയല്ല. ഇത് ദിവ്യയുടെ കണ്ടോ ഞങ്ങളുടെ ബീച്ച് വ്യൂ കണ്ടോ, എന്ത് രസം അറിയോ. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഞാൻ ഓൾറെഡി ഇന്നലെ കാണിച്ചത്. ഇവിടെ ഇരുന്നാൽ നമുക്ക് കറക്റ്റ് ബീച്ചിന്റെ വ്യൂ. സമിക്ക പറയൂ, 2 വാക്ക് പറയൂ. അങ്ങനെ പറയല്ലേ ഒസാമിക്ക. ഞങ്ങളുടെ ഒസാവസ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പാട്ടില്ലായിരുന്നു. സ്പീഡ് കൂട്ടി പെട്ടെന്ന് വീട്ടിലെത്തണം. അതെ. ഹാപ്പി ഓണം. നീ എവിടെ നോക്കിയാലും ഇവിടെ ഉണ്ടോ? ഇവളും ഇവിടെ ഉണ്ടോ? ഇവിടെ നോക്കിയാൽ നമ്മുടെ ആൽബിൻ, നമ്മുടെ കിക്ലി കിടത്തി. കാണിച്ചേ കൈ കാണിക്കും. വാവ്, പിടിച്ചോട്ടോ നടപ്പ്. എവിടെ ഐഷ? ഗുഡ് മോർണിംഗ്. ഒസാമിക്കേനല്ലേ ഇപ്പൊ അവിടെ കണ്ടത്? അവിടെ വന്ന ഹാപ്പി ഓണം. എന്താ ആരാ? ക്യൂട്ട്നെസ്സാ? അതെന്റെ നോർമൽ ടോക്ക് അങ്ങനെയാ. കുറച്ച് വാരി വിതറാം ക്യൂട്ട്നെസ്. എന്താ പ്രശ്നം? എന്താ? 32 വയസ്സായി. 32? എനിക്ക് സത്യം പറഞ്ഞത് 31 വയസ്സൊന്നും ആയിട്ടില്ല. ഇവ വെറുതെ കള്ളം പറയുന്നത്. ഇവരാ 31. എന്നെ കണ്ടാ 31 തോന്നിക്കോ ഗൈസ്? കമന്റ് ചായയില് ഞാൻ എന്തെങ്കിലും കലക്കി തരും കേട്ടാ. പിന്നെ വയറിളക്കമായിരിക്കും. എന്നെ ഇവിടെ ആര്യനെയൊക്കെ പുറത്താക്കിയിട്ട് എന്നെ ഇവിടെ പരിപാടി. നീ എന്താ ഇവിടെ സൊള്ളാനാ? നമുക്ക് തലേ ദിവസം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഫോട്ടോഷൂട്ട് എടുക്കണം എന്നുള്ളത്, ട്രഡീഷണൽ വെയറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ബീച്ചിൻ്റെ അവിടെയൊക്കെ പോയി നിന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കണം കാണാം നിങ്ങൾക്ക്. അപ്പം ഓൾറെഡി എൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും പിന്നെ ദിവ്യയ്ക്കുള്ള ഫോട്ടോസ് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എടുത്തു കൊടുക്കുകയാണ്. നമ്മുടെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായിരുന്നു എല്ലാവർക്കും. നിങ്ങളിത് കാണുക. അതെ മാറി, ഞാനിത് സ്റ്റോറി എടുക്കുക. അതെ, എന്താണ് ആളെ പറ്റിക്കണം? വീഡിയോഗ്രാഫർ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എവിടെയോ പോകുന്നുണ്ട്. ഞങ്ങൾ വണ്ടിയിൽ കയറി പോകും. ഓണായിട്ട് ഓണസദ്യ ഒന്നും കഴിച്ചില്ല. പക്ഷെ ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ടല്ല പോണത്. നമ്മൾ ഇംഗ്ലീഷ് ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഞങ്ങളുടെ സ്വന്തം തല. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നമ്മളെവിടെ അടുത്ത പ്ലാൻ എന്താ? ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. വണ്ടി എങ്ങോട്ട് പോകുന്നു ആ ദിക്കിലേക്ക് നമ്മളും പോകും. നമുക്ക് പക്ഷെ ബീച്ചിലേക്കൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇറങ്ങാൻ പറ്റുമോന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാത്തൊരു നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ പോകാം. ഇവിടെ തന്നെയാ. ഇതാ ബീച്ച്. ഇതാണ് ബീച്ച്. ഞങ്ങൾക്ക് ചിലപ്പോൾ
വൈകുന്നേരം സമയം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്നതായിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് നല്ല എല്ലാവരും വിശന്ന് കത്തി ഒരു മൂടില്ലാണ്ടിരിക്കുവാണ്. എന്തെങ്കിലും അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പരസ്പരമൊന്നുമില്ലാത്ത കാര്യങ്ങളും പറയുന്നു. ഞങ്ങൾ ആക്ച്വലി ആദ്യം KFC അല്ലെങ്കിൽ മെക്ഡിയിൽ പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷെ പിന്നെ എല്ലാവർക്കും ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ തോന്നിയിട്ട് ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഇവിടെ അടുത്തുള്ള മാർഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ദോശ പാലസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അവർക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. മെയിൻലി അവരുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ദോശയാണ്. ഞാൻ ഓർഡർ ചെയ്തത് ഒരു നോൺ വെജ് താലിയായിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല, എൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിന്ന് പോയിട്ടില്ല. നല്ല അടിപൊളി ഫുഡാണ്. ഫുഡിനെ പറ്റി പറയാൻ തീർത്താ നമ്മള് ദോശ മനസ്സ് പറഞ്ഞിട്ട് എവിടെയാ പോയത്? ഓർഡർ ചെയ്യാം, പിന്നെ ഓർഡർ ഇത് തന്നെ ഓർഡർ ആയിരുന്നു. ദോശ പാലസ് അടിപൊളി സ്ഥലം. കാൻറ്റർബറി ഡോവർ സന്ദർശിക്കുന്നവർ ദോശ പാലസിൽ കയറാൻ മറക്കരുത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ദിവ്യ ഫുഡിനെ പറ്റി 2 വാക്ക്. ഫുഡ് ഭയങ്കര ഫുഡ് ഭയങ്കര സൂപ്പർ ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് പ്രോൺ 65ഉം പൊടിദോശയാണ്. അമേസിംഗ് ആയിരുന്നു. പൊടിദോശ വരുന്നതും പൊടിയായിരുന്നു. പൊടിദോശ അവളുടെ നൈസ് ആയിട്ടല്ലേ? എന്റെ പൊടിദോശ ഇവരെല്ലാം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് 2ാമത്തെ ദിവസം 4ക്ക് ശേഷം ഇവരെല്ലാം വീണ്ടും പൊടിദോശ ഓർഡർ ചെയ്തു. അത്രയും സൂപ്പർ കടയാണ്. സൂപ്പർ, ശരിയാ. ദോശ പാലസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദോശ പാലസ് വിസിറ്റ്, പ്ലീസ് കം ആൻഡ് വിസിറ്റ്. ഇത് നമ്മൾ എങ്ങടെ നേരെ പോണേ? നമ്മൾ ഡോവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നേരെ പോണേ. ഇവിടുന്ന് 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അവിടെ ചെന്ന് ഒരു ക്ലിഫിൽ അല്ലേടാ, ക്ലിഫല്ലേ, ക്ലിഫിലേക്കാണ് നമ്മൾ പോകുന്നത്. സെന്റ് മാർഗ്രേറ്റ്സ് ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിഫിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഹലോ ഗായ്സ്, നമ്മൾ ക്ലിഫിലെത്തിയിരിക്കുന്നു. ഇവിടെ മൊത്തം പെമ്പിള്ളേരെ വായി നോക്കിക്കൊണ്ടിരിക്കും നമ്മളെ അച്ഛന്മാര്. എന്താ താങ്കൾ കണ്ടത്? ഇതാണ് സെന്റ് മാർഗരറ്റ്സ് ക്ലിഫ് അല്ലേ? ക്ലിഫ് ആൻഡ് ബീച്ച്. അതന്നെ, അത് വേണ്ട കേട്ടോ, അത്രയും വേണ്ട. അതെ, ബീച്ചുണ്ട്. ഇതിന്റെ അപ്പുറത്ത് ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് മെസ്സേജ് ഒക്കെ വന്നു, റോമിങ് വെൽക്കം ടു ഫ്രാൻസ് എന്ന്. ഒരു നിമിഷം ഞാൻ പകച്ചു പോയി. ഇത് നെറ്റ് കൂടെ നോക്കിക്കോട്ടോ, ഇനി പറഞ്ഞത് തെറ്റാണെങ്കിൽ എനിക്കറിയില്ല, എന്റെ മാനം പോകും. പൊങ്കാല ഇടും എല്ലാവരും. അതെ, നെഗറ്റീവ്. ഓ നെഗറ്റീവ്. ഇതാണ് ക്ലിഫ്. ക്ലിഫൊക്കെ കണ്ടോളൂ. അവിടെ ഒരു ക്ലിഫ്, ഇവിടെ ഒരു ക്ലിഫ്, എല്ലായിടത്തും ക്ലിഫ്, ചുറ്റിലും ക്ലിഫാണ്. ഇപ്പുറത്തെ ബീച്ച്. ഇനി എന്ത് വേണം? ഞങ്ങള് മോണിക്ക കളിക്കുന്നുണ്ട് അല്ലേ ആൽവിന്? മോണിക്ക, ആൽവിനും ഞാനും കൂടി മോണിക്ക. ഞാൻ റെഡ് ഡ്രസ്സിലൊക്കെയാണ് ഞാൻ വന്നേക്കണേ. അപ്പൊ ഇന്ന് മോണിക്കയാണ്. ദിവ്യ പാവം, ദിവ്യയുടെ കാര്യം അതോഗതി. ദിവ്യ തണുത്ത് വിറച്ചോട്ടൊക്കെ നിന്ന് അല്ലെ കഷ്ടപ്പെട്ടിരുന്ന ഫോട്ടോ. ഡെഡിക്കേഷൻ കാണാതെ പോവരുത്. ചൂട് ഭയങ്കര ചൂടാ. കൂൾനെസ് ഇല്ലെന്ന്. ആൽവിനെ അടിച്ച് ഫിറ്റാ. പാവ ഐഷ വീണ് കഴിച്ചു.
മുട്ടും കുത്തി വീട്. ഇതെങ്ങാനും ദിവ്യ ആണെന്ന് ഇവ മുന്നിൽ കയറി നിക്കും എല്ലാത്തിനും. ബാക്കിലാണ് കണ്ടത് അങ്ങനത്തെ വലിയ ആൾക്കാർ. ചെറുതായിട്ടൊരു മുട്ടുവേദന ഉണ്ടാവുന്നൊരു സംശയം. ഹലോ ഗായ്സ്, ചിക്കൻ മാരിനേറ്റ് ചെയ്തോണ്ടിരിക്കണം. ശ്രീകുട്ടൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നു. ബിൻസനാണ് മെയിൻ, ഞാൻ അസിസ്റ്റന്റ്. അപ്പം ബിൻസൺ ആണ് മെയിൻ ഷെഫ്. ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്ന എന്നെ കണ്ടിട്ട് മെയിൻ ഷെഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറയൂ ഗൈസ്, കമന്റ് ബിലോ. ഇതാണ് അസിസ്റ്റന്റ് ഷെഫ്, മാരിനേഷൻ ചെയ്യുന്ന. ഇടയ്ക്ക് ഇവർ ആസ്തയിലൊക്കെ പോയി, ഞാൻ മൂർക്കം വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു കാറില്. ഈ പരിപാടി ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് ബോധം. ഉണ്ണിക്കണ്ണെന്ന് വിളിച്ചപ്പോ ഒരാളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പ്രൈസ് ഇങ്ങനെ അങ്ങനെ വിളിക്കണം. ഉണ്ണിക്കണ്ണൻ അവനൊരു ഡയലോഗ് ഇല്ലേ, ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് അവന്റെ ഒരു ഡയലോഗ് അടിച്ചു, നനച്ച ട്രെയിൻ. അതെ, അത് കിടച്ച അന്ന് തൊട്ട് ഉണ്ണിക്കണ്ണെന്നാണ് ഇങ്ങനെ കാര്യമായിട്ട് ചിക്കനെ പണിയാ. വൈനോ എല്ലാം വരും. ഇത് ഞാൻ പ്രത്യേക എക്സ്ക്ലൂസീവാ. അതെന്നാണാവോ സാധനം? ഓ, ഇത് 3 കൊരങ്ങാണോ ഇരിക്കുന്നത്? അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. അതിന് പിടിക്കണമെന്നില്ല. മുന്തിരി, ആൽബി മുന്തിരി പെറുക്കുന്നു. ഞാൻ അപ്പത്തേക്ക് അപ്പുറത്ത് ഗേൾസിനെ വിളിച്ചിട്ട് വരാം. നോക്കട്ടെ അവരെന്താ ചെയ്യണേന്ന് നോക്കട്ടെ. തീർത്ത പിന്നെ തീർത്ത അടക്കി പുറക്കി വെക്കുവാണ്. നാളെ രാവിലെ സമയം ഉണ്ടാവില്ല അല്ലേ? അതെ, അതുകൊണ്ട് ഇപ്പോഴേ ചെയ്ത് വെച്ചാൽ എല്ലാം കഴിഞ്ഞു. ഐഷ അവിടെ വെറുതെ ഫോണും കുത്തിയിരിക്കുകയാണ്. ഐഷ ഒന്ന് വീണോ? എക്സ്ക്ലൂസീവ്. ദിവ്യനെ പുറകട്ടെ. ദിവ്യ ഇവിടെ കാര്യമായിട്ടുള്ള എന്തോ പരിപാടിയിലാണ്. നാളെ രാവിലെ പോണം. അത് പറയുമ്പോഴാണ് നാളെ രാവിലെ നമുക്ക് ഇവിടെ നിന്ന് 11 മണിക്കാണ് ചെക്ക് ഔട്ട്. അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മളപ്പോഴാണ് മറ്റോടത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണം. പണ്ടിങ്ങിന് 11:30ക്കാണ് ഞങ്ങൾ പണ്ടിങ് എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പോകുന്നത്. നമ്മളിങ്ങനെ മറ്റേ വെനീസിലൊക്കെ കാണുന്ന പോലെ ബോട്ടിൽ, ആ പാലത്തിൻ്റെ അടികളൊക്കെ നമ്മൾ ബോട്ടിലേക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്യില്ലേ, തുഴഞ്ഞ് അതിനാണ് പണ്ടിങ് എന്ന് പറയുന്നത്. നാളെ ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയാണ് എന്താണെന്ന് കാര്യങ്ങളെന്നൊക്കെ. ടിക്കറ്റ് ബുക്ക് ചെയ്തു. നാളെ 10:15 ഇറങ്ങും. അവിടെ എത്തേണ്ടത് 11:30. അതെ, നമ്മുടെ ഈ ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ വേറൊരു സ്ഥലത്ത് പോയി നമ്മളെല്ലാവരും ഒരുമിച്ച് സമാധാനത്തോടെ ഇരുന്ന് വർത്താനം പറയുക, ഒരുമിച്ച് പാട്ട് പാടുക, കുക്ക് ചെയ്യുക, രാദർ ദാൻ കുറേ സ്ഥലങ്ങൾ പോയി കാണുക എന്നുള്ളത്. ഇതിലപ്പുറം നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിലായിരുന്നു കൂടുതലും പ്രയോറിറ്റി കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഒരുപാട് ടയേർഡാവോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാമിക്കൊക്കെ എന്താ പറയാനുള്ളത്? എന്തേലും പറ. ഒന്നും പറയില്ല. പ്രോത്സാഹിപ്പിക്കുന്നതും വെള്ളം അടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കൺവിൻസിങ് സ്റ്റാർ. അങ്ങനെ
അങ്ങനെ പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഫുഡ് അടിക്കുകയാണ്. ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല വിശപ്പുള്ളതുകൊണ്ട് ആ കാര്യമൊന്നും നടന്നില്ലായിരുന്നു. പീറ്റ ബ്രെഡും ചിക്കൻ ഗ്രില്ല് ചെയ്തതുമായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഡിസ്കഷനാണ് ഞങ്ങളുടെ റൂമിൽ കയറിയിട്ടാണ് എടുക്കാത്ത ഡിസ്കഷൻ. ഞങ്ങൾക്കൊന്ന് ഉറങ്ങിയാൽ മതി. മാറി തരുന്നില്ല ചേട്ടാ, ഞങ്ങളുടെ മുറിയിലൊന്ന് ഒഴിഞ്ഞു തരാമോ പ്ലീസ്? എന്താണ് ഇന്റർനാഷണൽ കാര്യങ്ങളാണ് ഇവര് സംസാരിക്കുന്നത്. സാധാരണ പെമ്പിള്ളേർ അമ്മ അടിപൊളി കണ്ടിട്ട് ഇവിടെ ആമ്പിള്ളേർ അമ്മ എന്തൊക്കെയോ ഇപ്പോൾ സമയം 1 മണിയായില്ല രാത്രി. ഞങ്ങൾ കിടക്കാനുള്ളൊരു പരിപാടിയിലാണ്. പക്ഷെ ആർക്കും കിടക്കാൻ ഒരു താല്പര്യമില്ല. പക്ഷെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, തലവേദന കൊടുക്കുന്നുണ്ട്. ഞാൻ പോയി കിടക്കട്ടെ. നാളെ നമുക്ക് പണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. അപ്പോൾ അത് 11:30 മുന്നേ അവിടെ എത്തണം. നമുക്കിവിടെ 10 മണിയാകുമ്പോഴെങ്കിലും റൂം വെക്കേറ്റ് ചെയ്ത് നമുക്കവിടെ എത്തണം. അപ്പം ഞാൻ കിടക്കാൻ പോട്ടെ. ഇവരുറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും കൊണ്ടുപോകാൻ പോവാം. നാളെ കാണാം. ബൈ.